സീരിയൽ രംഗത്ത് അടുപ്പിച്ച് എല്ലാ ചാനലിലും ഒരു നടി വരാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം ബിസിന് 10-26 സീരിയലിലൊക്കെ ഒരുമിച്ച് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. വേറെ ആരുമല്ല, മായ മൗഷമി എന്ന് പറഞ്ഞുള്ള ഒരു നടി. അപ്പോൾ ഒരു നിഷ്കളങ്കമായുള്ള മുഖം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. പക്ഷെ എന്ത് ചെയ്യാം, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഒരു കുട്ടിയുടെ ഒറ്റ സീരിയലില്ലാണ്ടായി. ഇതെവിടെ പോയി, എങ്ങനെ പോയി, എവിടെ അഭിനയം നിർത്തിയോ കല്യാണം കഴിച്ച് പോയോ എന്നൊന്നും ആർക്കും അറിയില്ല. നമുക്കറിയണ കാര്യം നമ്മൾ പറയാം. ഈ മായാവംശിയുടെ അച്ഛൻ നേവിയിലായിരുന്നു. VRS എടുത്ത് നാട്ടിൽ വന്നു. കുറേ ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കുന്നു. നല്ല തിരക്കായിട്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ ഒരു ഗൾഫുകാരനാണ് കല്യാണം കഴിച്ചത്. ഗൾഫുകാരൻ കല്യാണം കഴിച്ച് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ചില വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആ ബന്ധത്തിലൊരു കുട്ടിയുണ്ടായി. ആ ബന്ധം അങ്ങനെ ഒഴിവായിട്ട് പിന്നെ മകന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും അധ്വാനിക്കാൻ തുടങ്ങി. അങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മായാമനുഷ്യരെ ഒരു അസുഖം പിടിപെടുന്നത്. മെഡിക്കൽ സയൻസിൽ ആരൊക്കെയോ എന്തൊക്കെയോ പേര് പറയുന്ന ഒരു രോഗം. ആ രോഗം വന്ന് കുറച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് മായാമനുഷ്യർ കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങി, മങ്ങൽ തുടങ്ങി. ഈ കണ്ണിലാച്ചെനിക്ക് ഭയങ്കരമായിട്ട് പീള കെട്ടും. ഇങ്ങനെ ഒരു രോഗം തുടങ്ങി. അതോടുകൂടിയിട്ട് ഡോക്ടർമാർ പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല, പക്ഷേ ഉള്ള ചികിത്സ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ രോഗം പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്കൊരു റൂമിലിരിക്കണം എന്ന് പറഞ്ഞു. വെയിൽ കൊള്ളാൻ പാടില്ല, ചൂട് കൊള്ളാൻ പാടില്ല, ലൈറ്റ് അടിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഒറ്റ റൂമിലേക്ക് മായാമനുഷ്യരുടെ ജീവിതം മാറണം. ഒരു 2 കൊല്ലാണ്, ആ ഒരു 1.5 കൊല്ലം ആ ഒരൊറ്റ റൂമിൽ ഇരുന്നു രോഗത്തിനെ പ്രതിരോധിച്ചുകൊണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞ് ഈ രോഗത്തിൽ നിന്ന് കുറേശ്ശെ വിമുക്തമായി. അപ്പോഴേക്ക് എന്തുണ്ടായി, അച്ഛൻ വലിയൊരു കടക്കാരനായി. അറിയാത്ത ബിസിനസ് ചെയ്ത് കാര്യങ്ങൾ ഭയങ്കര കടത്തലായത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കടങ്ങൾ വീട്ടാൻ വേണ്ടി അതുവരെ സമ്പാദിച്ച കാശ് മുഴുവൻ കടക്കാർക്ക് കൊടുത്തുകൊണ്ട് അച്ഛനെ ഫ്രീ ആക്കി. ഈ മായമനുഷ്യ അഭിനയിക്കാണ്ടിരിക്കുന്ന കാലത്തെ അതും ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ കണ്ട് വിഷമിച്ച അച്ഛൻ എന്തുണ്ടായി, തൂങ്ങി വരികയും ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ വിഷമങ്ങളൊക്കെ കണ്ടു വന്നിരിക്കുന്ന നേരത്ത് ഒരു പയ്യൻ വന്നിട്ട് ഇവിടെ കല്യാണം കഴിച്ചു. അവർ അച്ഛനോട് ജോലി ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ ആ വ്യക്തിനെ വീണ്ടും കല്യാണം കഴിച്ചു, 2ാം കല്യാണം. അതിലൊരു കുട്ടിയുണ്ട്, അതിന് 2 കുട്ടി. രോഗങ്ങളൊക്കെ മാറി മിഴി രണ്ടും എന്ന് പറഞ്ഞ സീരിയലിൽ നമ്മൾ വീണ്ടും മായാമനുഷ്യനെ കണ്ടു. ഇപ്പോൾ ജീവിതം കരിപിടിപ്പിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. ഇതുവരെ ഉണ്ടായ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു. അച്ഛൻ്റെ ആഘാതം വളരെ വലുതായിരുന്നു. നല്ല മുഖമുള്ള, നല്ല ഐശ്വര്യമുള്ളൊരു മുഖമുള്ള, നല്ല സ്വഭാവമുള്ള നല്ലൊരു നടിയാണ് മായാമനുഷ്യ. പക്ഷേ ദൈവം ഇങ്ങനെയുള്ള ശിക്ഷകൾ കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റുവാങ്ങല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. മുജ്ജമ്മ കർമ്മം, ഇത്ര നമുക്ക് പറയാനുള്ളതിനെ കുറിച്ച്. ഒരിക്കൽ കണ്ടാൽ ഈ മുഖം ആരും മറക്കില്ല. അത്ര ശാലീന സുന്ദരമായിരുന്നു ഈ മുഖം. പക്ഷേ ഈ മുഖം നമുക്ക് വളരെ അന്യമായി മാറി. കാരണം സീരിയലിൽ നിന്നും സിനിമയിൽ നിന്നും വളരെയധികം അകലം പോയ പോലെ കുറേ നാളായിട്ട് കാണാതായി. അപ്പോഴാണ് അന്വേഷണങ്ങൾ നമ്മൾ അന്വേഷിച്ചത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ കണ്ടെത്തിയത്. അന്തമാനിലാണ് ശരിക്കും പറഞ്ഞാൽ മായ ജനിച്ചതും വളർന്നതും. വിദ്യാഭ്യാസം പല സ്ഥലങ്ങളിലായിട്ടാണ് പൂർത്തിയാക്കിയത്. വളരെ നേരത്തെ കല്യാണം കഴിക്കേണ്ടി വന്നതുകൊണ്ട്, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ കല്യാണമേ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിക്കേണ്ടി വന്നു. വിദ്യാഭ്യാസം പൂർത്തിയായ വഴിക്ക് തന്നെ വിവാഹം കഴിച്ചു. അച്ഛൻ നേവിയിൽ നിന്ന് VRS എടുത്ത് വന്ന സമയമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് ഒരു വിദേശ മലയാളിയാണ് കല്യാണം കഴിച്ചത്.